വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗം. ഈജിപ്തിലെ പലായനത്തിന് ശേഷം തിരികെ എത്തുന്ന തിരുക്കുടുംബത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനതയുടെ പലായനവും ഈജിപ്തിൽ നിന്നുള്ള തിരിച്ചുവരവുമെല്ലാം ഈശോയുടെ ജീവിതത്തിൽ ദൈവം പ്രാവർത്തികമാക്കുകയാണ്. ഇസ്രായേലിൻ്റെ വിമോചകന് അവരുടെ യാതനകളൊന്നും അന്യമാകരുതെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രവാസകാലവും ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇവിടെ ദൈവം അനുവദിക്കുകയാണ്. ഇസ്രായേൽ കടന്നുപോയ എല്ലാ വിപ്രവാസങ്ങളും ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് ഈശോയെ അവരിലൊരാളായിട്ട് ദൈവം അവതരിപ്പിക്കുന്നു. മാനവ സമൂഹത്തെ മുഴുവൻ രക്ഷിക്കുവാനായിട്ട് വന്ന ദൈവപുത്രൻ്റെ ജീവൻ അപകടത്തിലാവുന്നു. ദൈവപുത്രനെ രക്ഷിക്കുവാൻ മാതാപിതാക്കൾക്ക് ഓടിയൊളിക്കേണ്ടി വരുന്നു. മറുനാട്ടിൽ അവർ പ്രവാസികളായി കഴിയുന്നു. മനുഷ്യൻ്റെ ദൈവസങ്കല്പവുമായി ഒരു തരത്തിലും ചേർന്നു പോകാത്ത യാഥാർത്ഥ്യങ്ങൾ, ദൈവിക പദ്ധതികൾ മനുഷ്യൻ്റെ ചിന്തയ്ക്ക് ഉപരിയാണെന്നൊരു വ്യാഖ്യാനമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില വിപ്രവാസങ്ങളും സങ്കടങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നൊരു ധ്യാനം നല്ലതാണ്. പരിശുദ്ധ അമ്മ ആമേൻ പറഞ്ഞതുപോലെ, യൗസേപ്പ് പിതാവ് വിശ്വസ്തനായിരുന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഓരോ സങ്കടങ്ങൾക്കപ്പുറത്തേക്കും ദൈവം ഒരുക്കിയ രക്ഷയുടെ പാത തിരിച്ചറിയുവാനായിട്ട്, അവ കാണുവാനായിട്ട് നമ്മുടെ ഉൾക്കാഴ്ചകളെ തുറക്കണമേ എന്നൊരു പ്രാർത്ഥനയും നമുക്കുണ്ടാവട്ടെ. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടണമെന്ന വചനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ഈജിപ്തിൽ നിന്നും തിരുക്കുടുംബം നസറത്തിലേക്ക് കടന്നു വരിക. നമ്മുടെ ജീവിതത്തിലും യഥാകാലം പൂർത്തിയാകേണ്ട ദൈവനിശ്ചയങ്ങൾക്ക് നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കാം. നമ്മുടെ ജീവിതയിടങ്ങളിലും ഈശ്വര സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.